ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം അവർ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. ഈ വചനഭാഗം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ദൈവവചനം ശ്രവിക്കാൻ അവർ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. ദൈവവചനത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും എളിമപ്പെടാനും അനുതാപത്തിലേക്ക് കടന്നു വരാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെയായിരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതാണ് ഒരാത്മാവിന്റെ ഏറ്റവും വലിയൊരു സന്തോഷവും ആനന്ദവും. ക്രൈസ്തവ ജീവിതത്തിന്റെ ആധികാരികതയും ആനന്ദവും അർത്ഥവുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു സ്നേഹത്തിലേക്ക് എത്തുക, ഈ സ്നേഹത്തിൽ നിറയുക, ഈ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രകാശം, അവന്റെ സ്നേഹം ലോകം മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ചുള്ള ദൗത്യം. ഈശോ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ചിന്തിക്കാനും ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്താനും നമ്മളുടെ വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം അവരെല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെയായിരിക്കാൻ ഒന്ന് പരിശ്രമിക്കാം. വള്ളങ്ങൾ കരയ്ക്കടുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മളെ തടസ്സപ്പെടുത്തുന്ന, ഈശോയെ അനുഭവിക്കാൻ തടസ്സപ്പെടുത്തുന്ന മേഖലകളെ കണ്ടെത്തി തിരുത്താൻ നമുക്കൊന്ന് തയ്യാറാകട്ടെ. അതിനായി ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.